നമസ്കാരം. സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മനസമാധാനം നഷ്ടപ്പെട്ട് മരണത്തിന്റെ വക്കിൽ എത്തിപ്പെട്ടു എന്ന് പറയേണ്ടി വന്ന ഡോക്ടറുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അധികാരത്തിമിരിൽ പ്രതികാരം തീർക്കാൻ സർക്കാർ ഇറങ്ങിയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോയ ആ സാധുവിന്റെ പേരാണ് ഡോക്ടർ ഹാരിസ്. മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് കൃത്യമായ ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ വകുപ്പ് മന്ത്രിയും സർക്കാരും ഇപ്പോൾ ചെയ്യുന്നത് കുറവുകൾ വെളിപ്പെടുത്തിയ ഡോക്ടറെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. ഓപ്പറേഷൻ സാധനങ്ങൾ ഇല്ല എന്ന് പറയുകയും വൈകാരികമായി വെളിപ്പെടുത്തൽ നടത്തി ആരോഗ്യ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ പുറത്തെത്തിച്ചതുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്ത തെറ്റായിട്ട് ഇവർ കാണുന്നത്. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് ഇത് ശരിയായി തോന്നി. പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിനെ ന്യായീകരിക്കുന്നതായിരുന്നു. ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും അതിലൂടെ സർക്കാരും പ്രതിരോധത്തിലായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം മാത്രമായി അതിനെ ചുരുക്കാതെ മാധ്യമങ്ങൾ എല്ലാ ആശുപത്രികളുടെയും കുറവുകൾ വെളിയിൽ കൊണ്ടുവന്നു. ഹാരിസ് സത്യസന്ധനായ ഡോക്ടറാണെന്ന് മന്ത്രിയും സർക്കാരും പറഞ്ഞപ്പോഴും അതിനുള്ളിൽ ഹാരിസിനുള്ള കെണി ഉണ്ടായിരുന്നുവെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഹാരിസ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ താഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നടത്തുന്നവർക്ക് കൂടുതൽ ഊർജം നൽകിയെന്ന രീതിയിൽ പ്രതികരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഹാരിസിന്റെ കഷ്ടകാലവും തുടങ്ങുന്നത്. ഓപ്പറേഷൻ ഉപകരണങ്ങൾ കാണാതായെന്ന മന്ത്രിയും പിന്നീട് അത് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തതെന്നുമുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ വാർത്താ സമ്മേളനവും ദുരൂഹതകൾ ഏറ്റി. സിസ്റ്റത്തിന്റെ തകരാറ് കണ്ടുപിടിച്ച ഹാരിസിനെതിരെയുള്ള നീക്കത്തിന്റെ സൂചനകൾ നൽകുന്ന ഒന്നാണിതെന്ന് തെളിഞ്ഞതോടെ ആരോഗ്യവകുപ്പ് വീണ്ടും പ്രതിരോധത്തിലായി. ഇതോടെ ഹാരിസിന് നോട്ടീസ് നൽകി. പറഞ്ഞത് സത്യമാണെങ്കിലും പുറത്തു പറഞ്ഞത് സർക്കാർ വിരുദ്ധ നീക്കമായിട്ടേ കാണാൻ കഴിയൂ എന്നായിരുന്നു വിലയിരുത്തൽ. അതിനാണ് നോട്ടീസ്. ഇതിന് പിന്നാലെയാണ് ഹാരിസ് മാനസികമായി തകർന്നു പോയത്. തന്റെ പരാതികളും പരിഭവങ്ങളും ഹാരിസ് എഴുതി തയ്യാറാക്കി തെളിവുകളോടെ വകുപ്പിന് നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ വന്നതോടെയാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തേണ്ട ഗതികേട് ഡോക്ടർ ഹാരിസിന് വന്നത്. തെറ്റ് കണ്ടുപിടിച്ചവനെ കൊണ്ട് തന്നെ തെറ്റൊന്നുമില്ല എന്ന് പറയിപ്പിക്കുകയാണ് സർക്കാരിന്റെ നീക്കം. അതിനുള്ള സമ്മർദ്ദങ്ങളാണ് ഇപ്പോഴും ഹാരിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഡോക്ടർക്ക് ജീവൻ തന്നെ നഷ്ടമായേക്കാവുന്ന അത്രയും സമ്മർദ്ദം ഇപ്പോൾ ഉണ്ട്. ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം തകരാറിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ നീക്കം ശക്തമാക്കിയതോടെ കടുത്ത സമ്മർദ്ദത്തിലാണ് ഡോക്ടർ ഹാരിസ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കും. മാധ്യമങ്ങളിലൂടെ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയവരാണ് പിന്നീട് നിലപാട് മാറ്റിയതെന്ന് അദ്ദേഹം പറയുന്നു. ഇത് പിന്നിൽ നിന്ന് കുത്തിയത് പോലെയാണ് തനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല. തന്നെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ്. താൻ അവിടെ ഉണ്ടായിരുന്നിട്ടും തന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നിട്ടും അതൊന്നും ചോദിക്കാതെ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. സഹപ്രവർത്തകനെ ജയിലിൽ അയക്കാൻ വ്യഗ്രതയുണ്ടായി. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട്. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു. എന്നാൽ ചില ഡോക്ടർമാർ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് ഡോക്ടർ ഹാരിസ് സന്ദേശത്തിൽ ആരോപിക്കുന്നു. നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാനില്ല എന്ന ആരോപണം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായിരുന്നു. കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണെന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും വിശ്വസിച്ചിരുന്നു. ബില്ലുകളും ഉപകരണവും തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ എത്തേണ്ട ഇടങ്ങളിൽ പരാതി എത്തിയപ്പോൾ അവർ ഓരോ പ്രശ്നങ്ങളായി പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ ഓഫീസ് റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാമെന്നും അതിൽ അസ്വാഭാവികതയില്ല എന്നും അതേസമയം ഹാരിസ് ചിറക്കലിനെ കൊടുക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞതോടെ സർക്കാർ കർശന നടപടികളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നതായിരുന്നു നമ്മൾ കണ്ടത്. കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേണ്ട എന്ന് വച്ചേക്കും. യൂറോളജി വിഭാഗത്തിൽ നിന്ന് നഷ്ടമായെന്ന വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയ മോസിലോസ്കോപ്പ അവിടെ തന്നെ ഉണ്ട് എന്ന അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ കെ വി വിശ്വനാഥൻ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. മറ്റ് ശുപാർശകളൊന്നും ഇല്ലാതെയാണ് റിപ്പോർട്ട് കൈമാറിയത് എന്നാണ് വിവരം. എങ്കിലും ഒരു ഡോക്ടർ തന്റെ പരാതിയോ മെഡിക്കൽ കോളേജിലെ ഇല്ലായ്മയോ വെളിപ്പെടുത്തിയാൽ അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ മാനസികമായി തളർത്തുന്ന നടപടികൾ സ്വീകരിക്കുന്നവർ ആരായാലും അവർ പൊതുജനങ്ങളുടെ മുന്നിൽ ശത്രുക്കൾ തന്നെയായിരിക്കും. ഇനിയും എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടും ഇവർ? ഈ വാർത്താകാലം കഴിയുമ്പോൾ ഇരുചവി അറിയാതെ ഒരുപക്ഷെ ഡോക്ടർ ഹാരിസിനോട് പ്രതികാരം തീർക്കാൻ ഇവർ ഇറങ്ങിയേക്കും. അത് ഉറപ്പാണ്.